പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞ അപകടം. വീട് പൂർണ്ണമായും തകർന്നു. ആർക്കും കാര്യമായ പരിക്കില്ല. പിന്നെ എനിക്ക് ജീവനോട് എൻ്റെ ദൈവം എനിക്ക് തന്നു. എനിക്കത് മാത്രം മതി. എൻ്റെ മോളും എൻ്റെ കൊച്ചുമകളും എൻ്റെ മരുമോനുമാണ്. എനിക്കത് മതി. ഈശ്വര, എൻ്റെ അച്ഛൻ എന്നെ കാത്തതാ. അങ്ങാര് താങ്ങിയതായി ഇത്രയും മാത്രം മതി. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും എന്നെ വിളിച്ചു, അമ്മൂമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മൂമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ആയിരുന്നു എടുക്കാൻ താമസിച്ചു പോയത്. എൻ്റെ ദൈവമേ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് പിന്നെ ഞാൻ ജീവിച്ചിരുന്നുണ്ടെന്തോ ഫലം. എൻ്റെ ദൈവം നമ്പുരാൻ എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ കാത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു തന്നു. എനിക്കത് മതി. CK അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഈ പരിക്കേറ്റവരുടെ നില സാരമുള്ളതല്ല എന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവർ എങ്ങനെയാണ്, അവരുടെ ആരോഗ്യം, ആശുപത്രിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഈ സ്ഥലത്ത് ലോറി ഉയർത്തി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചോ? മോത്തി, MC റോഡിൽ പന്തളത്തിനും അടൂരിനും ഏറെക്കുറെ മധ്യഭാഗത്തായി വരുന്ന കുരമ്പാല, അവിടെ നിന്നും അടൂർ ഭാഗത്തേക്ക് 100 മീറ്റർ കൂടി കഴിയുമ്പോൾ ഉള്ള സ്ഥലത്താണ് ഈ അപകടമുണ്ടാകുന്നത്. ഒരു ആകൃതിയിലുള്ള വളവിൻ്റെ തുടക്ക ഭാഗമാണ്. പന്തളം മേഖലയിൽ നിന്നും വന്ന ലോറി വളവ് തിരിയാതെ നേരെ വന്ന് ക്രാഷ് ബാരിക്കേഡ് ഇടിച്ച് തകർത്ത ശേഷം വീടിന് മുകളിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. ആശാരി പറമ്പ് കിഴക്കേതിൽ രാജേഷിൻ്റെ വീടിന് മുകളിലേക്കാണ് വാഹനം മറിഞ്ഞത്. രാജേഷ്, ഭാര്യ ദീപ, മൂത്ത മകൾ 5 വയസ്സുകാരി മീനാക്ഷി, 10 വയസ്സുകാരി മീനാക്ഷി, 5 വയസ്സുകാരി മീര എന്നിവർ ഈ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. പുലർച്ചെ 5:15 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. 14 ചക്രങ്ങളുള്ള ലോറിയാണ്. അതിൽ തൃശ്ശൂരിൽ നിന്നും കയറ്റിയ കാലിത്തീറ്റയാണ് ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ ഭാഗത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. ആറ്റിങ്ങൽ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സജീവ് വാഹനം ഓടിക്കുകയും ക്ലീനർ അനന്തു ഒപ്പം ഉണ്ടാവുകയുമാണ് ചെയ്തിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിലേക്ക് ഇടയാക്കിയത് എന്ന് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് തുടക്കഭാഗത്ത് ഉണ്ടായിരുന്ന ഹൈവേ പോലീസിൻ്റെ സംഘാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ വാഹനം പന്തളത്ത് എത്തിയ സമയത്ത് അല്പസമയം നിർത്തുകയും പിന്നീട് ചായ കുടിച്ച ശേഷം യാത്ര പുനരാരംഭിക്കുകയുമായിരുന്നു. അങ്ങനെ ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരം പിന്നിട്ടപ്പോഴാണ് ഡ്രൈവർ നേരിയ നിലയിൽ ഉറങ്ങുകയും പിന്നീട് വാഹനം നിയന്ത്രണം തെറ്റി രാജേഷിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീഴുകയും ചെയ്തത്. സർക്കാർ ധനസഹായത്തോടുകൂടി പഞ്ചായത്തിൽ നിന്ന് ലഭ്യമായ വീടാണ്. അത് പരിപൂർണമായി തകർന്നു. മൺകട്ട കൊണ്ട് നിർമ്മിച്ച വീടാണ്. അത് പരിപൂർണമായി തകർന്നു. ഈ ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തിയപ്പോൾ തന്നെ ഉള്ളിലുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു. സണ്ണിച്ചായനാണ്, അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ മുൻപിലാണ് ഈ അപകടം നടന്നത്. വലിയ ശബ്ദമായിരുന്നു അല്ലേ? അതിഭയങ്കര ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ചാടി പുറത്തിറങ്ങുമ്പോൾ വെറും പൊടിപടലങ്ങളും പുകയും മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ടോർച്ചിൻ്റെയും മൊബൈലിൻ്റെയും വെട്ടത്തിലാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം ചെയ്ത് 4 പേരെയും പുറത്തിറക്കിയത്. ഈ വീട് പൊളിഞ്ഞിരിക്കുന്ന വീടിൻ്റെ മേൽക്കൂര അത് തകർന്നിരിക്കുന്നു. പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ചു കൊടുത്ത ഏതാണ്ട് 2 വർഷത്തിനുള്ളിലുള്ള പഴക്കമേ ഉള്ളൂ. ആ വീട് പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ചു കൊടുത്തതാണ്. അത് പൂർണ്ണമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. രക്ഷാപ്രവർത്തനം എന്നുള്ളത് കാണുന്ന ആരുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ പോലും ഈ തകർന്നിരിക്കുന്ന വീടിനുള്ളിലേക്ക് കടന്നാൽ ഒരുപക്ഷെ മേൽക്കൂര പോലും ഇടിഞ്ഞു വീഴാം എന്നുള്ള ഒരു ആശങ്ക. ഞങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക, അവരുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ കടമ. അപകടം നടന്ന അരമണിക്കൂറിന് ശേഷമാണ് 2 പിള്ളേരെ വെളിയിൽ ഇറക്കിയത്. കാരണം അവരെവിടാണെന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ലായിരുന്നു. കാരണം കുറ്റാക്കൂരി ഇരുട്ടുമായിരുന്നു, പൊടിയുമായിരുന്നു. പിന്നെ അത് തകർന്ന് വീഴുമെന്ന് ഉറപ്പായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങൾ അവിടെ നിന്ന് ഏതാണ്ട് 4 പേരെന്നാണ്ട് റോഡിൽ നിന്ന് പെട്ടെന്ന് 2 പേര് വരികയും ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വീടിൽ നിന്ന് ഇറങ്ങി വരികയും അങ്ങനെ ഞങ്ങൾ നിന്നാണ് അത് ഇറക്കിയത്. മൂത്ത മോക്ക് കാലിനൊരു ക്ഷതമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇവിടെ സമീപത്ത് വരുമ്പം നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നോ? നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. അകത്തുള്ള ആളുടെ ശബ്ദം പോലും ഇല്ലായിരുന്നു. അപ്പം ആള് ജീവനോടുണ്ടോയെന്ന് പോലും നമുക്കറിയാതാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത്. പിന്നെ കുറച്ച് നേരത്തിന് ശേഷമാണ് ഒരു കരച്ചിൽ കേട്ടപ്പോൾ ആളുണ്ടെന്ന് ഉറപ്പായി. പിന്നെ നമ്മളൊന്നും നോക്കാതെ എല്ലാവരോടും ഇറങ്ങി കട്ടയും മണ്ണും മാറ്റുമായിരുന്നു പെട്ടെന്ന്. ഈ വീടിനുള്ളിൽ നിന്നും നിലവിളി കേൾക്കുന്നുണ്ട്, പക്ഷേ ഏത് ഭാഗത്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ഇരുട്ടായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെ അലയ്ക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു.
ആദ്യം പുറത്തെടുത്തത് ആരെയാണ്? ആദ്യം ഇളയ മോളെയാണ് പുറത്തിറക്കിയത്. മൂത്ത മോളെ കാണുന്നില്ലായിരുന്നു ഞങ്ങൾ. കുറേ മണ്ണും പൊടിയും മാറ്റിയതിന് ശേഷമാണ് മൂത്ത മോളെ കണ്ടത്. 10-15 മിനിറ്റ് കൊണ്ട് പിന്നെ നമ്മുടെ പോലീസും പിന്നെ ഫയർഫോഴ്സും എത്തി. അവരും ഉണ്ടായിരുന്നു. ലാസ്റ്റിലെ കുട്ടി എടുക്കുന്ന സമയത്ത് അവരും എല്ലാം കൂടെ ആക്റ്റീവായിട്ട് കുട്ടി അകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. പോലീസും അവരെല്ലാം വളരെ ഇതായിട്ട് എത്തിയിരുന്നു. പക്ഷെ അത് സ്ലാബ് പൊട്ടിച്ചിട്ടാണ് മൂത്ത കുട്ടിയെ പുറത്തെടുത്തത്. സ്ലാബ് അപകടം നടന്ന് അവസാനത്തെ ആളിനെ പുറത്തെടുക്കുമ്പോൾ എത്ര സമയം എടുത്തിരുന്നു? ഏതാണ്ട് 3/4 മണിക്കൂർ. മൊത്തം 3/4 മണിക്കൂറിനുള്ളിൽ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. 6 മണിയോടുകൂടി എല്ലാവരും 6 മണിക്ക് മുൻപായിട്ടല്ല എല്ലാവരെയും പുറത്തെടുത്തു. ലോറി ഡ്രൈവറും ക്ലീനറും അവർ സ്വയം പുറത്തിറങ്ങുമായിരുന്നു. ഞങ്ങൾ അവരെ അന്വേഷിച്ചു അവരെ കണ്ടില്ല. അപ്പോഴവർ ഇവിടെ മാറി നിൽക്കുകയായിരുന്നു. ആംബുലൻസ് വന്നപ്പോഴത്തേക്ക് അവർ സ്വയം അതിനുള്ളിൽ കയറുകയായിരുന്നു ചെയ്തത്. MC റോഡിൽ നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് പന്തളവും പിന്നെ കാരക്കാട്, ചെങ്ങന്നൂർ കാരക്കാട് ഇടയുള്ള ഒരു പ്രദേശം. നിങ്ങൾക്ക് ഒരു ശബ്ദം കേട്ടാൽ തന്നെ അപകടമാണെന്ന് ഭീതി ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. പകലായാലും രാത്രിയായാലും ഒരു അപകടം കേൾക്കുമ്പോൾ, ഒരു ശബ്ദം കേൾക്കുമ്പോൾ അപകടമാണെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഇവിടെ ഈ ഫ്രണ്ടിൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമറിൽ തന്നെ അനേക സമയം ഇടി. മിക്ക സമയം കറണ്ട് പോലും ഇല്ല ഇവിടെ. ബൈക്കായാലും കാറായാലും എപ്പോഴും ഒരു അപകട മേഖല തന്നെയാണിത്. ട്രാൻസ്ഫോമറിന്റെ ഗ്രില്ലൊക്കെ ഇപ്പോഴും വേണ്ട അവിടെ കിടക്കുകയാണ്. ഇത് ഒരു വർഷത്തോളമായി. ആ ഫെൻസിങ് മൊത്തം ഇളകി പോയിട്ട് ഇതുപോലെ ആക്സിഡന്റ് സ്ഥിരമായിട്ട് പറ്റി ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല. അവിടെ കിടപ്പുണ്ട്. ആ ഫെൻസിങ് ഒരു ഭയങ്കര രക്ഷാകവചം തന്നെയാണ്. പക്ഷേ ഒന്നും പിന്നെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. തൃശ്ശൂരിൽ നിന്നും കാലിത്തീറ്റയുമായി ആറ്റിങ്ങലിലേക്ക് പുറപ്പെട്ട ലോറിയാണ്, 14 ചക്രങ്ങളുള്ള ലോറിയാണ് ഈ അപകടത്തിലേക്ക് എത്തിച്ചേർന്നത്. പന്തളത്ത് നിന്നും ഏറെക്കുറെ 3 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് കുരമ്പാല ജംഗ്ഷൻ. അവിടെ നിന്നും ഒരു 200 മീറ്റർ ദൂരം കൂടി അടൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് ചെറിയ ഒരു ആകൃതിയിലുള്ള ഒരു വളവാണ്. അതിൻ്റെ ആരംഭത്തിൽ വന്ന വരവിന് തന്നെ വാഹനം നേരെ റോഡിൻ്റെ വലതുവശത്തേക്ക് വന്ന് ബാരിക്കേഡ് തകർത്ത് വീടിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ചെറിയ വീടാണ് രാജേഷിൻ്റേത്. ആ വീട് പരിപൂർണമായി തകർന്നിട്ടുണ്ട്. ഇനി അതിനകത്തിൽ ഏതെങ്കിലും വസ്തു ഉപയോഗിക്കാൻ കഴിയുമോ എന്നത് തന്നെ സംശയമാണ്. എന്തായാലും ആശ്വാസം എന്നുള്ളത് ഈ തകർന്ന വീട്ടിൽ നിന്നും 4 പേരെയും ജീവനോടെ തന്നെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അവരുടെ പരിക്കുകൾ അത്ര സാരമുള്ളതല്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാജേഷ്, ഭാര്യ ദീപ, മൂത്ത മകൾ മീനാക്ഷി 10 വയസ്സുകാരി, 5 വയസ്സുകാരി മീര എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ 4 പേരിൽ മീനാക്ഷിയുടെ പരിക്കാണ് അല്പം സാരമുള്ള അവസ്ഥയിലുള്ളത്. പുറത്തെടുക്കുമ്പോൾ കുഞ്ഞിന് ബോധമുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വിളിച്ചപ്പോൾ കണ്ണു തുറക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് ബന്ധുക്കളും പറയുന്നുണ്ട്. അത് ആശ്വാസകരമാണ്. വണ്ടിയിലുണ്ടായിരുന്നത് 2 പേരാണ്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സജീവാണ് വാഹനം ഓടിച്ചിരുന്നത്. ഒപ്പമുണ്ടായിരുന്നത് ക്ലീനർ അനന്തുവാണ്. ഇരുവരും വാഹനത്തിൻ്റെ മുൻവശത്തെ ചില്ല് സ്വയം പൊട്ടിച്ച് പുറത്തിറങ്ങുകയും പിന്നീട് നടന്ന് റോഡിലേക്ക് കയറി